നടിയാക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും വിധിച്ചിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടെയാണ് തടവ് ശിക്ഷ. 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിന്റെ സെൻസേഷണൽ സ്വഭാവം ബാധിച്ചിട്ടില്ല എന്നാണ് ജഡ്ജി ഹാണിയം വർഗീസ് ചൂണ്ടിക്കാട്ടിയത്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടവിലാക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സ്വകാര്യത ലംഘിച്ച അപകീർത്തികരമായ ചിത്രമെടുക്കൽ, ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കാൻ ഗൂഢാലോചന, തൊണ്ടി മുതൽ ഒളിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് വിധിച്ചത് എന്നുള്ളതാണ്. മിഥുൻ അയ്യപ്പനിലേക്കാണ് പോകുന്നത്. മിഥുൻ, ഈ കുറ്റകൃത്യം നേരിട്ട് ചെയ്ത വ്യക്തി, അതായത് ഇന്ന് രാവിലെ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്, അതിജീവിതയെ ബലാത്സംഗം ചെയ്തത് ഒരാളാണ്, അതായത് മുഖ്യപ്രതിയായ പൾസർ സുനിയാണ്. ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ളത്, അതായത് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ 1-ാം പ്രതിക്കും 6-ാം പ്രതിക്കും എല്ലാം തന്നെ എന്നിട്ട് പോലും ഒരേ ശിക്ഷയാണ് നൽകിയത് എന്നുള്ളതാണ്. ഒരാൾക്ക് പോലും പരമാവധി ശിക്ഷ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കുറ്റകൃത്യം നേരിട്ട് ചെയ്ത വ്യക്തിക്കും സാഹചര്യം ഒരുക്കിയ വ്യക്തികൾക്കും ഒക്കെ തന്നെ ഒരുപോലത്തെ ശിക്ഷ. എന്തായാലും സമൂഹത്തിന് മാതൃകയാകേണ്ട വിധിയാകണം എന്ന് പ്രോസിക്യൂഷൻ രാവിലെ വാദിച്ചുവെങ്കിലും ഇപ്പോൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന വിധി എന്നാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണം. പറയൂ മിഥുൻ, എങ്ങനെയാണ് ഒരു പൊതുസമൂഹമൊക്കെ ഈ വിധിയെ നോക്കിക്കാണുന്നത്? മിഥുനിലേക്ക് വരാം. മിഥുൻ തുടരുക. നടൻ മഹേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മഹേഷ്, കേരളം കാത്തിരുന്ന വിധിയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് നടി ആക്രമിച്ച കേസിൽ വിധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഞാൻ ശരിക്കും എന്റെ ഒരു അഭിപ്രായം ഇത് ജീവപര്യന്തം തന്നെ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. കാരണം അവർ ചെയ്ത ക്രൈമിന്റെ ആഴം വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 1-ാം പ്രതിക്കെങ്കിലും ഈ നമ്മള് വെറുതെയെങ്കിലും പറയില്ലേ, ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരരുതെന്ന്, ആ രീതിയിൽ തന്നെ, അതായത് ഈ അയാളുടെ ഇനിയുള്ള ജീവിതം മൊത്തം അയാള് ജയിലിൽ കിടക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അയാളാണ് എന്റെ മാസ്റ്റർ ബ്രെയിൻ, അയാൾ വഴിയാണ് ബാക്കി ഈ 5 പേരും വരുന്നത്. അത് മാത്രമല്ല, അയാളാണ് ശാരീരികമായിട്ട് മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവര് അത് മാത്രമല്ല, 20 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അയാൾ 7 വർഷത്തോളം കിടന്നതുകൊണ്ട് ഇനി ബാക്കി വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഏറ്റവും ആദ്യം ഇറങ്ങാൻ പോകുന്നതും ഈ 1-ാം പ്രതിയാണ്. തീർച്ചയായും, കാരണം 7.5 വർഷം ഇതിനുള്ളിൽ തന്നെ, ഇതിനോടകം തന്നെ പൾസർ സുനി ജയിലിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ 7.5 വർഷം ഇളവ് ചെയ്ത് ഈ 6 പ്രതികളിലും ആദ്യം തന്നെ ജയിൽ മോചിതനാകാൻ പോകുന്നത് മുഖ്യപ്രതിയായ പൾസർ സുനിയായിരിക്കും. അതെ, അതാണ് ശരിക്കും ഞെട്ടിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല്, ഇപ്പം കോടതി പറഞ്ഞ ഒരു പ്രധാന, അല്ലെങ്കിൽ കോടതി കൺസിഡർ ചെയ്ത ഒരു പ്രധാന കാരണം ഇവരുടെ പ്രായമാണ്. പക്ഷെ ഇവരുടെ പ്രായത്തിലാണ് ഇവര് ഇത്രയും അപകടകരമായിട്ടുള്ള ചിന്താഗതിയിലോട്ടും ക്രൈമിലോട്ടും പോയത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവരുടെ പ്രായം അടുത്തൊരു തലത്തിലോട്ട് എത്തുമ്പോഴെങ്കിലും ഇവരകത്ത് കിടക്കുക തന്നെ വേണമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം, എന്റെ അഭിപ്രായമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കോടതി വിധിയെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരാളല്ല. പക്ഷെ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതും അങ്ങനെ വരുമെന്നാണ്. അത്തരം രീതിയിലുള്ള ഒരു വിധി വരും തന്നെയാണ് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ കണ്ടത്. നന്ദി ശ്രീ മഹേഷ്. നടൻ മഹേഷാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.